നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത് ശരിക്കും വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, നേപ്പാള്, ബംഗ്ലാദേശ്, അതുപോലെ ഇപ്പോൾ ശ്രീലങ്ക, അതല്ലെങ്കിൽ മാൽഡീവ്സ്, മ്യാൻമാർ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഏത് സമയത്തും ഇന്ത്യക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഭൂട്ടാനെ മാത്രം തൽക്കാലം മാറ്റിവെക്കാം. ഭൂട്ടാൻ മാത്രമാണ് നിലവിൽ വിദേശ സ്വാധീനത്തിൽ പെടാതെ നിൽക്കുന്ന ഏക രാജ്യം, ഇന്ത്യയുമായിട്ട് അത്രയും നല്ലൊരു ബന്ധം പുലർത്തുന്ന രാജ്യം. പാകിസ്ഥാന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നേരത്തെ അത് ആദ്യകാലങ്ങളിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു പാവയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചൈനയുടെ പാവയായിരുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും കളിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മളുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നേപ്പാളിന്റെ കാര്യം എടുക്കാം. ഇന്ത്യയും നേപ്പാളും തമ്മിൽ നല്ല ബന്ധമൊക്കെയാണ്. പീപ്പിൾ ടു പീപ്പിൾ റിലേഷനൊക്കെ ബെറ്റർ ആണ്. പരസ്പരം നല്ല രീതിയിൽ സഹകരണമുണ്ട്. ഒക്കെ ആണെങ്കിലും ചൈനയുടെ സ്വാധീനം വലിയ രീതിയിൽ നേപ്പാളിലുണ്ട്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പുലർത്തുന്ന ബന്ധം ഇന്ത്യക്ക് എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും ദോഷം തന്നെയാണ്. മാത്രമല്ല അമേരിക്കയും നേപ്പാളിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് അമേരിക്കയ്ക്കും നേപ്പാളിൽ താല്പര്യമുണ്ട്. ശ്രീലങ്കയുടെ കാര്യം എടുത്താൽ അവിടെയും ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഗവൺമെന്റ് ആണ് ശ്രീലങ്കയിൽ ഇപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ചൈന മത്സരത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ബർഗർ ആവാൻ തങ്ങളില്ല എന്ന് നിലവിലെ ഭരണകൂടം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നേ ഉള്ളൂ. പക്ഷെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാം, കാര്യങ്ങൾ മാറി മറിയാവുന്ന സാഹചര്യമുണ്ട്. ഇതേ ശ്രീലങ്കയിൽ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമല്ലേ. അപ്പൊ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. ഓൾറെഡി അവർ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ അവിടെ ചെയ്തിട്ടുമുണ്ട്. അമേരിക്കയ്ക്കും ഇതേ ശ്രീലങ്കയിൽ താല്പര്യമുണ്ട്. മാൽഡീവ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഇന്ത്യ മാലിദ്വീപ് ബന്ധം വളരെ മോശമായിരുന്നു, ഇന്നത്തെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പോലെ. പക്ഷെ അത് പതിയെ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് കാണുമ്പോൾ തന്നെ ബന്ധം പുറമേ നന്നായിട്ടുണ്ടെങ്കിലും അതിൻ്റെ തൊലിപ്പുറം മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ തൊലിക്കുള്ളിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആ പരിക്കുകൾ നമുക്ക് വ്യക്തമായും കാണാം. ഇന്ത്യ മാൽഡീവ്സ് ബന്ധത്തിലും ഉണ്ടായ വിള്ളലുകൾ അങ്ങനെ എളുപ്പത്തിൽ മാറില്ല. അതിന് കാരണം ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. സോ അതുപോലെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും വളരെ വളരെ മോശമാണ്. മ്യാൻമാറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രതിസന്ധികളിൽ ഒരു കാരണം മ്യാൻമാർ തന്നെയാണ്. മ്യാൻമാറിൽ ഓൾറെഡി ജനാധിപത്യ വ്യവസ്ഥ ഇപ്പോഴില്ല. അവിടെ ഭരിക്കുന്നത് പട്ടാളമാണ്. അപ്പോൾ തന്നെ പട്ടാളം തന്നെ മുഴുവൻ മ്യാൻമാർ ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. മ്യാൻമാറിന്റെ പല പ്രദേശങ്ങളും പല മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഗോത്രങ്ങളുമാണ് ഭരിക്കുന്നത്. ഈ ഗോത്രങ്ങൾക്ക് വിവിധ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ചൈനയുടെ പിന്തുണയുള്ള ഗോത്രങ്ങളുണ്ട്, അമേരിക്കയുടെ പിന്തുണയുള്ള ഗോത്രങ്ങളുണ്ട്, യൂറോപ്പ് പിന്തുണയ്ക്കുന്ന ഗോത്രങ്ങളുണ്ട്, തുർക്കിയുടെ പിന്തുണയുള്ള ഗോത്രങ്ങളുണ്ട്. അങ്ങനെ പലതരം ഗോത്രങ്ങൾ അവിടെ ഭരണത്തിൽ പല പ്രദേശങ്ങളിലുണ്ട്. ഇവർക്കൊക്കെ പല വിവിധ ഗ്രൂപ്പുകളുടെ പുറത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നുമുണ്ട്. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളും ഉണ്ട്. പക്ഷേ ഈ ചിൻലാൻഡ്, കുക്കി ലാൻഡ് എന്നൊക്കെ പറയുന്ന ഇന്ത്യ അതുപോലെ തന്നെ മ്യാൻമാർ അതിർത്തിയിൽ പുതിയ രാജ്യം ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ശ്രമങ്ങളൊക്കെ അവിടെ വിഘടനവാദത്തിന്റെ മാക്സിമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഇന്ത്യയുടെ ചുറ്റിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. ചൈനയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ആകെ നമുക്ക് 100% ഇന്നെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം നാളെ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഭൂട്ടാനേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം കണക്കാണ്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് ചൈനയിൽ നിന്ന് തുടങ്ങാം. ഈ ചൈനയുടെ താല്പര്യം എന്താണ്? റീജിയണൽ പവർ ആയിട്ടുള്ള ഇന്ത്യയെ ശക്തമായ ഒരു സൂപ്പർ പവർ ആവുന്നതിൽ നിന്ന് പിടിച്ചു കെട്ടുക. കാരണം ചൈന ഏഷ്യയിൽ ഒരു സൂപ്പർ പവർ ആകണം, അത് കഴിഞ്ഞിട്ട് ലോകത്തെ സൂപ്പർ പവർ ആകണം എന്ന ലക്ഷ്യത്തോടെ പോകുമ്പോൾ ചൈനയ്ക്ക് ഒരു ഭീഷണിയായിട്ടാണ് അവർ ഇന്ത്യയെ കാണുന്നത്. പണ്ട് കാലങ്ങളിൽ ജപ്പാനെയൊക്കെ മാത്രമാണ് ചൈന ഒരു ഭീഷണിയായിട്ട് കണ്ടിരുന്നതെങ്കിലും ഇന്ന് നേരിട്ട് ചൈന ഒരു എതിരാളിയായിട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ട് ഇന്ത്യയെ കാണുന്നുണ്ട്. വിശേഷിച്ചിപ്പോൾ അമേരിക്ക ആണെങ്കിൽ കൂടി വേറൊരു ഭൂഖണ്ഡത്തിൽ ഏഷ്യയിൽ നിന്ന് വളരെ ദൂരെയാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഏഷ്യയിലെ ഒരു വലിയ ശക്തിയാണ്. ചൈനയെ പോലെ തന്നെ ചൈനയേക്കാൾ കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു ശക്തിയാണ്. ചൈനയേക്കാൾ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. ചൈനയെ പോലും ഒരു കാലത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത ചരിത്രമുള്ള രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള മറ്റേ സന്യാസിമാരും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള പണ്ഡിതന്മാരും ഒക്കെയാണ് ചൈനയുടെ സിവിലൈസേഷനെ ഡെവലപ്പ് ചെയ്തതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. ചൈനീസ് സിവിലൈസേഷന്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ധാരാളം മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു.
അവരാണ് ചൈനയിൽ പോവുകയും ഈവൻ ചൈനീസ് മാർഷൽ ആർട്സിന് പോലും അടിത്തറവാവുകയും ഒക്കെ ചെയ്തത്. സോ നമ്മുടെ സൗത്തിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ചൈനീസ് സിവിലൈസേഷന്റെ ഡെവലപ്മെന്റിൽ വലിയ പങ്ക് വെച്ചിട്ടുള്ളത്. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീജിയൻ എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ആ ബുദ്ധിസം ചൈനയിലേക്ക് എത്തുന്നതും ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഓൾറെഡി ചൈനയിൽ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഈ ചരിത്രം പാരമ്പര്യത്തിലൊക്കെ പൊതുവേ ചൈനയ്ക്ക് ചെറിയ ചില അസൂയകൾ ഉള്ളതായിട്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ കാണാം. അതിന് പുറമെ ഇന്ത്യ കുറച്ചും കൂടി സ്മാർട്ടാണ്. ഇന്റർനാഷണൽ ഫോറംസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ PM ആയിക്കോട്ടെ, വളരെ സ്മാർട്ടാണ്. പബ്ലിക്കിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന, വളരെ നന്നായി സമർത്ഥമായി സംസാരിക്കാൻ അറിയാവുന്ന, വളരെ സ്മാർട്ടായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതിൽ ചൈനീസ് ഭരണകൂടത്തിന് അവരെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും ഇന്ത്യ പെർഫോം ചെയ്യുമ്പോൾ അവർക്കൊരു അസൂയയും അസ്വസ്ഥതയും ഒക്കെ തോന്നുന്നു. കാരണം അവർ വളരെ വലിയ ശക്തിയാണെന്ന് അവർക്കറിയാം. പക്ഷെ എന്നിട്ടും ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത പലയിടങ്ങളിലും അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നരേന്ദ്രമോദിയുടെ കാര്യം തന്നെ എടുക്കാം. ഭയങ്കര ഒരു മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ലീഡറാണ്. വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ബഹുമതികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. ഷി ജിൻപിങ് വളരെ പുറകിലാണ് ഈ കാര്യത്തിൽ. ഷി ജിൻപിങ്ങിനേക്കാൾ വളരെ സ്മാർട്ടാണ്, വളരെ നന്നായി സംസാരിക്കും, ആളുകളോട് വളരെ നന്നായിട്ട് റിലേഷൻസ് ബിൽഡ് ചെയ്യും, വളരെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. ഇപ്പൊ ചൈനക്കാർ പൊതുവെ ഒന്ന് പതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഷി ജിൻപിങ് ആയാലും ഇന്റർനാഷണൽ ഫോറംസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേദികളിൽ വളരെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ച് സ്മാർട്ടാണ് ഓൾറെഡി ഇന്ത്യക്കാര്. വിദേശത്തൊക്കെ നമ്മൾ ഓവർ സ്മാർട്ട് ആണെന്നാണ് വിദേശികൾ പറയുന്നത്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഒച്ച കൂടുതലാണ് ഇന്ത്യക്കാർക്ക് എപ്പോഴും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരുമായിട്ട് മിങ്കിളാവാനും റിലേഷൻസ് ബിൽഡ് ചെയ്യാനും ഒക്കെ പറ്റും. വളരെ സ്മാർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ US-ലായാലും യൂറോപ്പിലായാലും ഇന്ത്യക്കാരുടെ ഒരു കലിപ്പ് അവിടെ ഉള്ളവർക്ക് തോന്നുന്നത്. അവരുടെ അവസരങ്ങൾ ഇന്ത്യക്കാർ തട്ടിയെടുക്കുന്നു, അവരെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു, അവരെക്കാൾ സമ്പാദിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ കുഴപ്പം. അപ്പൊ അത് തന്നെയാണ് ചൈനയുടെയും പ്രശ്നം. അപ്പൊ ഇന്ത്യ കൂടുതൽ പവർഫുൾ ആവുമ്പോൾ ചൈന പിന്നിലേക്ക് പോകുന്നുള്ളൊരു ഭയം കാരണം ഇന്ത്യ ശക്തമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും ചൈന കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനവർ ആദ്യം തന്നെ പാകിസ്ഥാനുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കി. ശരിക്കും ചൈന ഒരു ഫ്രണ്ട് ലൈനിൽ നിർത്തിയിരിക്കുന്ന പ്രോക്സി സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ. അപ്പോൾ ഓൾറെഡി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ ചരിത്രപരമായി തന്നെ ശത്രുതയുണ്ട്. ഒന്നിച്ചു പോകാൻ പറ്റാത്ത വലിയ ശത്രുത. അത് ഈ കൗരവരും പാണ്ഡവരും കഥ പറഞ്ഞതുപോലെയാണ്. രാജ്യം വിഭജിക്കപ്പെട്ടിട്ടും തീരാത്ത ശത്രുത, പലപ്പോഴും വലിയ യുദ്ധങ്ങളിലേക്ക് നയിച്ച ശത്രുത. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവസാനിക്കാൻ പോകുന്നില്ല. അതങ്ങനെ അങ്ങ് പോവും. അത് അവസാനിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടക്കണം. അപ്പൊ അവിടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിനെ തന്നെ ചൈന ഇന്ത്യക്കെതിരെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അവിടെ ചൈന പാകിസ്ഥാനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നു. അതിന് പുറമെ നേരത്തെ പറഞ്ഞ നേപ്പാളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ശ്രീലങ്കയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ മാലിദ്വീപിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവിടെയൊക്കെ ചൈന എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ രൂപത്തിലും ലോണുകൾ കൊടുത്തും സാമ്പത്തിക സഹായം കൊടുത്തും അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തും ഒക്കെ തന്നെയാണ് കടന്നുകൂടുന്നത്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പൊ ബംഗ്ലാദേശിന്റെ അവരുടെ ഹൈക്കമ്മീഷണർ ഇന്ത്യ ഇന്നലെ വിളിച്ചു വരുത്തി പ്രതിഷേധമൊക്കെ അറിയിച്ചു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ സ്റ്റേറ്റ്മെന്റ്സിൽ ഇന്ത്യ ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ വിസ നൽകുന്ന സംവിധാനങ്ങൾ വരെ ഇന്ത്യ താൽക്കാലികമായിട്ട് ബംഗ്ലാദേശിൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എംബസികൾക്ക് പുറത്തു നിന്നിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ബംഗ്ലാദേശികളും നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് പുറമെയാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. സൗത്ത് ഏഷ്യയിൽ ചൈനയെ കൂടെ ചേർത്തുകൊണ്ട് ഇന്ത്യയെ ഒഴിവാക്കി ഒരു പുതിയ സഖ്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അവിടെ മടിച്ചു നിൽക്കുന്നത് നേപ്പാളും ഈ പറയുന്ന നമ്മുടെ ശ്രീലങ്കയും ഒക്കെയാണ്. അവർക്കൊരു ചെറിയ പേടി, അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാൽ പണിയാകുമോ എന്ന്. അതുകൊണ്ടാണ് അത് യാഥാർത്ഥ്യമാകാത്തത്. നേപ്പാളും ശ്രീലങ്കയും ഇപ്പൊ മാലിദ്വീപ് ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കാം എന്നുള്ളൊരു താല്പര്യമൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ബംഗ്ലാദേശിനെ കൂടി ഇന്ത്യക്കെതിരായിട്ട് കൂടുതൽ ശക്തമായ ഒരു ശത്രുവാക്കി ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റുക, അതാണ് പാകിസ്ഥാനും ചൈനയും ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുമ്പിൽ വലിയ പ്രതിസന്ധിയാണ്. കാരണം ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ഏറ്റവും അധികം അതിർത്തി നമുക്കുണ്ട്, ഏറ്റവും വലിയ അതിർത്തിയുള്ള ഒരു രാജ്യമാണ്. ഓൾറെഡി ചൈനയുമായിട്ട് നമുക്ക് വലിയ അതിർത്തിയുണ്ട്, പാകിസ്ഥാനുമായിട്ട് നമുക്ക് വലിയ അതിർത്തിയുണ്ട്. അപ്പൊ നമ്മുടെ ഡിഫൻസ് രംഗത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരുപാട് പണം ഡിഫൻസ് രംഗത്ത് നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സൈനിക ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടി വരും, കൂടുതൽ ആയുധങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭാവിയിൽ, ഇപ്പൊ നേരത്തെ നമ്മൾ 2 രാജ്യങ്ങളുമായിട്ടുള്ള ഒരേ സമയം യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് 3 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത പോലും ഉണ്ട്. ഇതിന് പുറമെയാണ് തുർക്കിയുടെ ഒരു ഇൻവോൾവ്മെന്റ്. തുർക്കി ബംഗ്ലാദേശിൽ ഇടപെടുന്നുണ്ട്, പാകിസ്ഥാനിൽ ഇടപെടുന്നുണ്ട്, മാലിദ്വീപിൽ ഇടപെടുന്നുണ്ട്. അതിനൊരു കാരണമേ ഉള്ളൂ, തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ
മേധാവിത്വം തുർക്കിക്ക് വേണം. അപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും, അത് കാശ്മീർ ആയിക്കോട്ടെ വേറെ എന്തും ആയിക്കോട്ടെ, അവിടെയൊക്കെ തുർക്കി ഇടപെടും. ഇന്ത്യയുമായിട്ട് വലിയ സൗഹൃദമൊന്നും തുർക്കിക്ക് വേണമെന്നില്ല. അവർ പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും മാലിദ്വീപുമായിട്ടൊക്കെ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ തന്നെയാണ് തുർക്കിയുടെയും പോക്ക്. അപ്പോൾ തുർക്കി നമുക്ക് മുമ്പിൽ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുകയാണ്. ഇതിന് പുറമെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയും പല കളികൾ കളിക്കുന്നുണ്ട്. ഇതിന് പുറമെ ചൈനയുടെ ഈ മേഖലയിലുള്ള ആധിപത്യം ഇല്ലാതാക്കാൻ ഈ രാജ്യങ്ങളിൽ അമേരിക്ക കൂടുതലായിട്ട് കയറി കളിക്കുന്നുണ്ട്. അതിപ്പോ ബംഗ്ലാദേശ് ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ, അമേരിക്ക എന്തുകൊണ്ട് അവിടേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ മാത്രമല്ല അമേരിക്കയുടെ പ്രശ്നം. ചൈന ഈ രാജ്യങ്ങളിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്ക അവിടെ ഒന്നുമല്ലാതായി പോകും. അപ്പൊ അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്യുന്നു? കൂടുതൽ ശക്തമായ ബന്ധം പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നു. ഇതിലൂടെ ചൈനീസ് ഇൻഫ്ലുവൻസ് കുറയ്ക്കാം, ഇന്ത്യയിൽ പ്രഷർ ചെലുത്താൻ കഴിയും, ഇന്ത്യക്കെതിരെ വേണ്ടി വന്നാൽ ഈ രാജ്യങ്ങളെ ഭാവിയിൽ ഉപയോഗിക്കാം. അപ്പൊ ഈ രീതിയിൽ അമേരിക്കയുടേതായ രീതിയിലുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും ശത്രുക്കളാണ്. ഈ അതിർത്തികളിൽ നമ്മളോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന ശത്രുക്കൾക്ക് പുറമെ പുറത്തു നിന്നുള്ള ശത്രുക്കളുണ്ട്. അമേരിക്കയെ ഒരു പൂർണ്ണമായ ഒരു ശത്രുവായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ അമേരിക്കയുടെ താല്പര്യങ്ങൾ നമുക്ക് അത്ര ഗുണമുള്ള താല്പര്യങ്ങളൊന്നുമല്ല. അപ്പൊ അമേരിക്കയും ഈ ചില മിത്രങ്ങൾ ദുഷ്ടന്റെ ബലം ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ഒരു മിത്രമാണ് അമേരിക്ക. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ പ്രവൃത്തികൾ നമുക്ക് അത്ര ഗുണകരമായിട്ടല്ല കാണുന്നത്. അപ്പൊ അമേരിക്കയെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്തേണ്ടി വരും. ഏറ്റവും വലിയ പ്രശ്നം ചൈന, പാകിസ്ഥാൻ, തുർക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇവിടെ ഇടപെടുന്നുണ്ട്. അതിന് പുറമെ ആയുധ കച്ചവടം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ യൂറോപ്പിന് താല്പര്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് യൂറോപ്പിന്റെ അടുത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആയുധ കച്ചവടക്കാരുടെ താല്പര്യങ്ങളുണ്ട്, ചൈനയുടെ താല്പര്യങ്ങൾ, പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ, തുർക്കിയുടെ താല്പര്യങ്ങൾ, അമേരിക്കയുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇന്ത്യക്ക് ചുറ്റിനും കടന്ന് ഇങ്ങനെ നമ്മളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെയൊക്കെ അതിജീവിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധികളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന ആത്മവിശ്വാസമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.